നിങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾ അയച്ചു കൊടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലെടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫോട്ടോ പോയി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ആ ഫോട്ടോ എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കി എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷേ ഫോട്ടോഷോപ്പ് പോലുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന 4-5 ഓപ്ഷൻസ് ഇതായിരിക്കും. ഒന്നെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയും, എടാ ചെറുക്ക ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, എൻ്റെ ഒരു ഫോട്ടോ അർജൻറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അതിലിട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യും. ഏതെങ്കിലും ആപ്പ് ഉണ്ടാവും, അപ്പോൾ അത് ഏതെങ്കിലും ഒന്നിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക. അതും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിൻഡോസ് പെയിൻറ്റിൽ എഡിറ്റ് ചെയ്യുക. ഇനി 4ാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ മിക്ക പേരുടെയും ലിസ്റ്റിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറുതും വലുതും എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വെബ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഡൗൺലോഡ്, ഇൻസ്റ്റാളേഷൻ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആകെ വേണ്ടത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും അതേപോലെ ഒരു വെബ് ബ്രൗസറുമാണ്. ഇപ്പോൾ ഗൂഗിൾ ക്രോം, ഫയർഫോക്സ് അങ്ങനത്തെ ഏതെങ്കിലും വെബ് ബ്രൗസറുമാണ് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ ഗൂഗിൾ ക്രോമാണുള്ളത്. ഇതിൽ കയറിയിട്ട് നമ്മൾ ഫോട്ടോ പി എന്നടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ പി ഓൺലൈൻ ഫോട്ടോ എഡിറ്റർ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോട്ടോഷോപ്പ് പോലെ തന്നെ, കണ്ടാൽ ഫോട്ടോഷോപ്പ് പോലെ തന്നെ തോന്നുന്ന ഒരു ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ. ഇതിൽ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത്, ഇപ്പോൾ ഫോട്ടോസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ടെന്ന് തന്നെയാണ്. ഉണ്ട്, എനിക്കറിയാം, ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാം. സ്ക്രീൻ സൈസ്, മൊബൈൽ സൈസ്, പ്രിൻറ്റ് സൈസ്, A4 കണ്ടില്ലേ, A4 സൈസൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി 3ാമതായിട്ട് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, ഫോട്ടോ ഇതാ വന്നിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കണം. ഞാൻ മാജിക് വോണ്ട് എടുത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോഷോപ്പിലുള്ള പോലെ തന്നെ ലെയർ സിസ്റ്റം ഉണ്ട്. ഒരു പുതിയ ലെയർ ആഡ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഇതിൽ പോയി പെയിൻറ്റ് ബക്കറ്റ് എടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കുന്നു. സംഭവം കഴിഞ്ഞു. ഇനി എക്സ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഫയലിൽ പോകുന്നു. നമുക്കിത് വേണമെങ്കിൽ PSD ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു PSD ഫയലായിട്ട് ഇതാ കണ്ടോ, 8 MBൻ്റെ PSD ഫയൽ. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് സേവ് ചെയ്ത് വെക്കാം. അത് സേവായി. ഇനി എക്സ്പോർട്ട് ചെയ്യുകയാണ് ഞാൻ. ഇത് എക്സ്പോർട്ട് ആസ് PNG ആയിട്ട് എടുക്കാം, JPG ആയിട്ട് എടുക്കാം, PDF ആയിട്ട് എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ PNG എടുത്തു, സെലക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് ക്വാളിറ്റി കുറയ്ക്കുക, കൂട്ടുക അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഇതിൽ കിട്ടും. ഇതിപ്പോൾ എന്തിനാണ് കുറയ്ക്കണേയും കൂട്ടണേയും എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ PSCക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു സൈസ് ഉണ്ട്. ഇപ്പോൾ 20 KB അല്ലെങ്കിൽ 40 KB ഒരു ഫോട്ടോ പാടുള്ളൂ, ഇത്രയാണ് ഡയമെൻഷൻ അതിന് വേണ്ടത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ വിഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഈ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ PNG 2.9 MB എന്ന് കാണാം. ഈ ക്വാളിറ്റി നമ്മൾ കുറച്ച് താഴത്തോട്ട് ബാക്കോട്ട് വലിക്കുകയാണെങ്കിൽ ഈ ക്വാളിറ്റി കുറയുമ്പോൾ ആ KB അല്ലെങ്കിൽ ആ MB കുറഞ്ഞിപ്പോൾ നോക്കൂ, 624 KB ഉള്ളൂ.
ഞാൻ ആ ക്വാളിറ്റി 43% കുറച്ചു, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷനൊക്കെ ഈ ഫോട്ടോഷോപ്പിൽ കിട്ടുന്ന പോലത്തെ ഓപ്ഷൻസൊക്കെ ഇതിലും കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ ഫോട്ടോ കണ്ടോ, എനിക്ക് ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4ാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കാവുന്ന ഒരു ട്രിക്കാണ്. അറിയാത്തവർക്ക് ഈ ട്രിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചില ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായും ചില വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുതായും തോന്നാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.